നമസ്കാരം, ഞാൻ വിഷ്ണുദത്ത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. വനിതാ കമ്മീഷന് അതൃപ്തി. നടി ആക്രമിക്കപ്പെട്ട കേസിലെ അമ്മയുടെ നിലപാടിൽ അതൃപ്തി അറിയിച്ച വനിതാ കമ്മീഷൻ. അമ്മ ഡബിൾ റോൾ കളി നിർത്തണം. അന്വേഷണം ദിലീപിന് അനുകൂലമാക്കാൻ ശ്രമിക്കുന്നത് അപലപനീയം. ജനറൽ ബോഡി യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ ഗണേശും മുകേഷും സ്വീകരിച്ച നിലപാടുകൾ തെറ്റെന്നും MC ജോസഫൈൻ. ജനപ്രതിനിധികൾ സാമൂഹ്യ പ്രതിബദ്ധത കാട്ടണം. പെൺകൂട്ടായ്മയുടെ പരാതി വിശദമായി പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും കമ്മീഷൻ അധ്യക്ഷ. നടിക്കെതിരായ അപകീർത്തി പരാമർശത്തിൽ വിമൺ ഇൻ സിനിമ കളക്ടീവ് നൽകിയ പരാതിയിൽ ദിലീപിന് നോട്ടീസ് അയച്ച് വനിതാ കമ്മീഷൻ. അതിനിടെ കേസുമായി ബന്ധപ്പെട്ട് നടി കാവ്യമാധവന്റെ ഉടമസ്ഥതയിൽ കൊച്ചിയിലുള്ള വസ്ത്രവ്യാപാരശാലയിൽ പോലീസ് പരിശോധന. പ്രതി പൾസർ സുനി ദിലീപിന് എഴുതിയ കത്തിൽ കാക്കനാട്ടെ ഷോപ്പ് എന്ന് പരാമർശിക്കുന്നത് ഈ സ്ഥാപനത്തെക്കുറിച്ചെന്ന് നിഗമനം. കൃത്യത്തിന് ശേഷം പ്രതി ഈ ഷോപ്പിൽ എത്തിയിരുന്നതായി സംശയം. കീറാമുട്ടിയായി മൂന്നാർ വിഷയം സംബന്ധിച്ച് മുന്നണിയിൽ പ്രശ്നങ്ങളില്ലെന്ന് സർക്കാർ ആവർത്തിക്കുന്നതിനിടെ സർവകക്ഷി യോഗത്തെ തള്ളി കാനം രാജേന്ദ്രൻ. മൂന്നാറിൽ യോഗം വിളിച്ചത് എന്തിനെന്ന് ചോദ്യം. യോഗം ആർക്കു വേണമെങ്കിലും വിളിക്കാം, പക്ഷേ കാര്യങ്ങൾ മുന്നോട്ടു പോകുക നിയമം അനുസരിച്ച് മാത്രമെന്നും CPI സംസ്ഥാന സെക്രട്ടറി. മൂന്നാർ വിഷയത്തിൽ സർക്കാരിന് കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടെന്ന പ്രതിപക്ഷ വിമർശനത്തിന് മറുപടിയുമായി റവന്യൂ മന്ത്രി. കയ്യേറ്റം ഒഴിപ്പിക്കൽ സംബന്ധിച്ച് സർക്കാരിന് ആശയക്കുഴപ്പങ്ങളില്ല. യോഗം വിളിക്കേണ്ട സാഹചര്യമുണ്ടായാൽ ഇനിയും അതുണ്ടാകും. കയ്യേറ്റം നിയമാനുസൃതം ഒഴിപ്പിക്കുമെന്നും E ചന്ദ്രശേഖരൻ. മൂന്നാറിലെ കയ്യേറ്റക്കാർക്കെതിരെ ശക്തമായ നിലപാടുമായി സംസ്ഥാന സർക്കാർ. വൻകിട കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി. പ്രാദേശിക നേതൃത്വങ്ങളുടെ ആവശ്യം സർക്കാർ ഗൗരവപൂർവ്വം കാണുന്നു. അതിനാലാണ് സർവകക്ഷി യോഗം വിളിച്ചതെന്നും വിശദീകരണം. അതിനിടെ റവന്യൂ മന്ത്രി വിട്ടുനിന്നതിനെ വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് കോടിയേരി. സർക്കാർ യോഗം വിളിച്ചത് പ്രാദേശിക നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലെന്നും പ്രതികരണം. പുതുനികുതിയുടെ യുഗപ്പിറവി. ഏകനികുതിയുടെ യുഗപ്പിറവിയിൽ രാജ്യം. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ നികുതി പരിഷ്കാരമായ GST പ്രാബല്യത്തിൽ. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ കഴിഞ്ഞ അർദ്ധരാത്രി ചേർന്ന പ്രത്യേക സമ്മേളനത്തിൽ ഉൽപ്പന്ന സേവന നികുതിക്ക് തുടക്കം കുറിച്ചത് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ചേർന്ന്. GST യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് ഒത്തൊരുമയുടെ നേട്ടമെന്ന് നരേന്ദ്രമോദി. ഒരു രാജ്യം, ഒരു വിപണി, ഒരു നികുതി എന്ന ലക്ഷ്യത്തോടെ തുടക്കമിട്ട GST സാധ്യമാക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഏകീകരണം. ഇത് ഏതെങ്കിലും ഒരു സർക്കാരിന്റെയോ ഏതെങ്കിലും പാർട്ടിയുടെയോ മാത്രം നേട്ടമല്ലെന്ന് പ്രധാനമന്ത്രി. പുതിയ നികുതി സമ്പ്രദായം ടീം ഇന്ത്യയുടെ ശക്തിയുടെയും സാമർഥ്യത്തിന്റെയും പ്രതീകമെന്നും മോദി. GST അനുസരിച്ചുള്ള 4 സ്ലാബുകളിൽ 70% ഉത്പന്നങ്ങളും 18% അതിൽ താഴെയോ ഉള്ള നികുതി ഘടനയിൽ. അരി, പാൽ, പഴം, പച്ചക്കറികൾ തുടങ്ങി അവശ്യവസ്തുക്കളും ആരോഗ്യ വിദ്യാഭ്യാസ സേവനങ്ങളും GSTക്ക് പുറത്ത്. പരമാവധി നികുതി നിരക്കായ 28% കീഴിൽ വരുന്നത് ആഡംബര ഉത്പന്നങ്ങൾ. ലഹരിയുടെ വാതിൽ തുറന്ന്. ഇടതു സർക്കാരിന്റെ പുതിയ മദ്യനയം പ്രാബല്യത്തിലെങ്കിലും പൂട്ടിയ ബാറുകൾ തുറക്കുന്നത് ഇന്നത്തെ മാസാദ്യ അവധിക്ക് ശേഷം നാളെ രാവിലെ. ഇന്നലെ വരെ അനുമതി ലഭിച്ച 62 ബാറുകൾ ഉൾപ്പെടെ നാളെ വീണ്ടും തുറക്കുന്നത് 100ഓളം മദ്യശാലകൾ. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കള്ളുഷാപ്പുകൾക്ക് ലൈസൻസ് നീട്ടി നൽകിയ തീരുമാനവും പ്രാബല്യത്തിൽ. എക്സൈസ് വകുപ്പ് ഇന്നലെ മാത്രം ലൈസൻസ് നൽകിയത് 29 ബാറുകൾക്ക്. മതിയായ രേഖകൾ ഇല്ലാത്തത് കാരണം മാറ്റിവെച്ചത് 11 അപേക്ഷകൾ. ബാറിനും കള്ളുഷാപ്പിനും ലൈസൻസ് ലഭിക്കാൻ ഇന്ന് കൂടുതൽ പേർ അപേക്ഷ നൽകിയേക്കും. ഇടവേള കഴിഞ്ഞ് കേരളം പിന്നെയും ലഹരിക്കാലത്തേക്ക്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.